കോഴിക്കോട് മലവെള്ളപ്പാച്ചിലിൽ 5 പേരെ കാണാതായി, 4 പേരെ രക്ഷപ്പെടുത്തി. കുറ്റ്യാടി മരുതോങ്കര കോതോടിലാണ് അപകടം. കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി പി.വി. കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? കൂടുതൽ ആരെയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. 6 പേരെയാണ് ഇപ്പം കാണാതായിരിച്ചത്. നേരത്തെ ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. എന്നുള്ള വിവരം തെറ്റാണ് എന്നാണ് ഇപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 9 പേരായിരുന്നു പുഴയിൽ കുളിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഇവിടെ കോതോട് സ്വദേശികളായ കുറ്റ്യാടിക്കടുത്തുള്ള കോതോട് സ്വദേശികളായ 9 യുവാക്കളായിരുന്നു ഇവിടെ കുളിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഇതിൽ 3 പേരെ രക്ഷപ്പെടുത്തി, 6 പേർ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പോലീസിന്റെയും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും ജനങ്ങളും പ്രദേശവാസികളും എല്ലാം വളരെ സജീവമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ് രാജ്, അശ്വിൻ, രജീഷ്, ബിബിൻദാസ്, സജിൻ, വിഷ്ണു എന്നിവരാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അമൽ, വിനീഷ്, വിഷ്ണു എന്നിവരെ രക്ഷപ്പെടുത്തി. ഇവർ കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇന്ന് വൈകിട്ടാണ് അപ്രതീക്ഷിതമായി കടന്തറപ്പുഴയിൽ വെള്ളം കയറിയത്. വനപ്രദേശത്ത് ഉരുൾപൊട്ടിയതിനെ തുടർന്നാണ് പുഴയിൽ വെള്ളം കയറിയത്. ആ സമയത്ത് ഇവിടെ കുളിക്കാനെത്തിയ യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത്. ധന്യ. പി.വി. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. കശ്മീർ ബാരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. മുഴുവൻ ഭീകരരെയും സൈന്യം വധിച്ചു. 20 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് സൈന്യം വ്യക്തമാക്കിയ വിവരങ്ങളുമായി കമാൻഡോ ശൈലിയിൽ സൈനിക വേഷത്തിലെത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഉറിയിലെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചാണ് ആക്രമണം നടത്തിയത്. ശ്രീനഗർ മുസാഫറാബാദ് ദേശീയപാതയ്ക്കരികിലുള്ള സൈനിക ബ്രിഗേഡിലായിരുന്നു ഭീകരാക്രമണം. AK-47 അടക്കം വൻ ആയുധശേഖരവുമായി സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ച ഭീകരർ ആദ്യം ബാരക്കുകൾക്ക് നേരെ വെടിയുതിർത്ത് തീ പടർത്തി. പിന്നീട് സൈനികർക്ക് നേരെയും വെടിയുതിർത്തു. സൈന്യം തിരിച്ചടിച്ചതോടെ ഭീകരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചു. പോരാട്ടം മണിക്കൂറുകൾ നീണ്ടുനിന്നതോടെ 21st പാരാ ട്രൂപ്പിനെ അടിയന്തരമായി സൈനിക കേന്ദ്രത്തിൽ ഹെലികോപ്റ്റർ മുഖാന്തരം എത്തിച്ചു. പിന്നീട് സംയുക്തമായി നടത്തിയ തിരിച്ചടിയിലാണ് 3 ഭീകരരെ കൂടി വധിച്ചത്. ചാവേർ ആക്രമണത്തെ തുടർന്ന് 17 സൈനികർ കൊല്ലപ്പെട്ടു. 20 സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ 70 കിലോമീറ്റർ അകലെയുള്ള ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഭീകരാക്രമണം ഭീരുത്വമാണെന്നും ആക്രമണം നടത്തിയവരെ ശിക്ഷിക്കാതെ വിടില്ലെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. വിദേശ സന്ദർശനം റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നു. 2014 ശേഷം കാശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. പത്താൻകോട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയും. തുടർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ, റെയിൽവേ, മെട്രോ സ്റ്റേഷനുകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗമ്യ വധക്കേസിൽ സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ ഹാജരാകുമെന്ന് നിയമമന്ത്രി A.K. ബാലൻ. റിവ്യൂ ഹർജി ഈ ആഴ്ച തന്നെ നൽകും. അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ വാദം നടത്തുമെന്നും നിയമമന്ത്രി അറിയിച്ചു. UDF സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ തുടരുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടിയുടേത് തരം താണ രാഷ്ട്രീയ കളിയെന്നും A.K. ബാലൻ ദില്ലിയിൽ പ്രതികരിച്ചു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയുള്ള സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിവ്യൂ ഹർജി ഈ ആഴ്ച തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും അപേക്ഷ നൽകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാകും. അറ്റോർണി ജനറലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിയമമന്ത്രി A.K. ബാലൻ തന്നെയാണ് ദില്ലിയിൽ ഇക്കാര്യം പറഞ്ഞത്. സൗമ്യ വധക്കേസ് വീണ്ടും തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യും. സർക്കാരിൻ്റെ ഈ ആവശ്യം ഉന്നയിച്ച് അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ പ്രത്യേക പരാമർശം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ടെലിഫോണിലൂടെ അറ്റോർണി ജനറലുമായി ചർച്ച നടത്തിയിരുന്നു. പുതിയ തെളിവുകളൊന്നും സുപ്രീം കോടതി മുമ്പാകെ സർക്കാർ ഹാജരാക്കില്ല. എന്നാൽ കൊലക്കുറ്റം ചുമത്താവുന്ന നിലവിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടും. സെഷൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും കൺകറൻ്റായി കണ്ട കാര്യങ്ങളിലെല്ലാം 302 ഒഴികെ ബാക്കിയുള്ളതെല്ലാം തെളിഞ്ഞതാണ്. ഈ 302 നിലനിൽക്കും എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം.
സാക്ഷിയായിരുന്ന മധ്യവയസ്കനെ കണ്ടെത്താനാകാത്തത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്നും UDF വിഷയം തരംതാണ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം വിവാദത്തിൽ പുനരന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഫോറൻസിക് വകുപ്പ് മേധാവി ഷേർലി വാസു ആണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉമേഷ് ആണോ പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നായിരുന്നു തർക്കം. വധക്കേസിൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് മുൻപേ വിവാദമുയർന്നിരുന്നു. ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഷേർലി വാസു ആണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉന്മേഷ് ആണോ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നായിരുന്നു തർക്കം. പോസ്റ്റ്മോർട്ടം നടത്തിയത് താനാണ് എന്നായിരുന്നു ഉന്മേഷിന്റെ നിലപാട്. കോടതിയിൽ പ്രതിഭാഗം ഉന്മേഷിനെ വിസ്തരിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്നുണ്ടായ പ്രചരണം പ്രതിഭാഗത്തെ ഉന്മേഷ് സഹായിച്ചു എന്നാവുകയും ഉന്മേഷ് സസ്പെൻഷനിലാവുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കാളിയായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വകുപ്പുതല അന്വേഷണത്തിൽ നൽകിയ മൊഴി നിർണായകമായി. ഉന്മേഷാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും താൻ അസിസ്റ്റ് ചെയ്തു എന്നും രാജേന്ദ്ര പ്രസാദ് മൊഴി നൽകുകയായിരുന്നു. എന്നാൽ ഈ മൊഴി അന്തിമ റിപ്പോർട്ടിൽ നിന്ന് അന്ന് ഒഴിവാക്കിയത് ഉന്മേഷിന് പ്രതികൂലമായി. ആദ്യം സസ്പെൻഷനിലാവുകയും പിന്നീട് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തെങ്കിലും ഡോക്ടർ ഉന്മേഷിന്റെ ഇൻക്രിമെന്റ് റദ്ദാക്കി. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഉന്മേഷ് സർക്കാരിൽ വകുപ്പുതല പുനരന്വേഷണത്തിന് അപേക്ഷ നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ പുനരന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ പുനരന്വേഷണത്തിന് പ്രസക്തിയേറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടിലെത്തി സുമതിയുടെ മൊഴിയെടുത്ത പോലീസ് കോടതി അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ രാത്രി 8:30യോടെയാണ് മൊബൈൽ ഫോണിൽ ആലുവയിൽ നിന്നെന്ന് പറഞ്ഞ് ഭീഷണി സന്ദേശം വന്നത്. ഗോവിന്ദസ്വാമിക്കെതിരെ നീങ്ങുകയോ സംസാരിക്കുകയോ ചെയ്താൽ അനുഭവിക്കുമെന്നായിരുന്നു അജ്ഞാതന്റെ ഭീഷണി. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു. മാവ് ജില്ലയിലെ ഖജാബൂദ് ഗ്രാമത്തിലാണ് ദാരുണമായ സംഭവം നടന്നത്. ട്രാക്കിനരികിലൂടെ നടന്നുപോയ ഗ്രാമീണരാണ് അവശനിലയിൽ കിടന്ന പെൺകുട്ടിയെ കണ്ടെത്തിയത്. 2 പേർ ചേർന്നാണ് മാനഭംഗപ്പെടുത്തിയതെന്ന് പെൺകുട്ടി പറഞ്ഞതായി ഗ്രാമീണർ വ്യക്തമാക്കി. ഓദിഹാറിൽ നിന്ന് ഷാഗഞ്ചിലേക്ക് പോയ പാസഞ്ചർ ട്രെയിനിലാണ് സംഭവം. വാർത്തകളിലേക്ക്. കൊച്ചിയിൽ പെൺവാണിഭ സംഘം പിടിയിൽ 3-അംഗ സംഘമാണ് പിടിയിലായത്. ബംഗാളിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന സംഘമാണ് പിടിയിലായത്. പെൺകുട്ടിയെ പോലീസ് രക്ഷപ്പെടുത്തി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കമ്മട്ടിപ്പാടത്തുള്ള സിറ്റി ലോഡ്ജ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയവരാണ് പിടിയിലായത്. സംഘത്തിലെ പ്രധാനി വൈറ്റില സ്വദേശി അജി ജോൺ, ലോഡ്ജ് ഉടമകളായ കൊട്ടാരക്കര സ്വദേശി റെജി മാത്യു, മൈനകപ്പള്ളി സ്വദേശി മനീഷ് ലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ജോലി വാഗ്ദാനം നൽകി ബംഗളൂരുവിൽ നിന്നാണ് കൊൽക്കത്ത സ്വദേശിനിയായ പെൺകുട്ടിയെ ഇവർ ലോഡ്ജിൽ എത്തിച്ചിരുന്നത്. പെൺകുട്ടിയെ പോലീസ് രക്ഷപ്പെടുത്തി. ഓൺലൈൻ വഴിയാണ് പ്രതികൾ ഇടപാടുകാരെ ലോഡ്ജിൽ എത്തിച്ചിരുന്നത്. സംഭവത്തിൽ പെൺവാണിഭത്തിനൊപ്പം മനുഷ്യക്കടത്തിനും കേസെടുത്തതായി കൊച്ചി റേഞ്ച് IG S ശ്രീജിത്ത് പറഞ്ഞു. മുമ്പ് തിരുവനന്തപുരത്തൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ലൊക്കാൻറ്റോ എന്ന് പറഞ്ഞ ആ സൈറ്റിൽ തന്നെയാണ് ഇവരും പരസ്യം ചെയ്തിരുന്നത്. മുമ്പുള്ള ക്രിമിനൽസ് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അവർ പല രൂപത്തിൽ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചും ഇന്റർനെറ്റ് ഉപയോഗിച്ചും അവർ ഈ പ്രവൃത്തി തുടരുന്നു. ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ 370 എന്നുള്ള വകുപ്പിൽ തന്നെയാണ് കേസ് അന്വേഷിച്ചിരിക്കുന്നത്. കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ വലയിൽ അകപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ ഈ പ്രതികൾക്ക് നൽകിയ ഇടനിലക്കാരനെ പിടിക്കാൻ അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് 2ാം ദിവസവും പുരോഗമിക്കുന്നത്. പ്ലീന നിർദ്ദേശങ്ങൾ സംസ്ഥാന ഘടകങ്ങളിലും കേന്ദ്ര കമ്മിറ്റിയിലും നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയോടുകൂടിയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസവും ആരംഭിച്ചത്. വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് രാജ്യത്ത് ബഹുജന പ്രതിഷേധം ഉയർത്തുന്നതിനെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു. BJPയും RSSും ഉയർത്തുന്ന വർഗീയ അജണ്ട രാജ്യത്തെ സാധാരണക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാന അജണ്ട ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ കാര്യപരിപാടികൾക്ക് അന്തിമ രൂപം നൽകുകയാണ്. ഇക്കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.